നമ്മൾക്ക് നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു നിലപാട് തറയെന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ പോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് പാഡ് ഉണ്ട്. ശരിക്കും ദൈവവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത്. അതായത് നിലം എന്നൊക്കെ പറയും, പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും. 10:13 എടുത്ത് മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:12-13. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈ ബ്ലെസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം, ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്? കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലെടുക്കുന്നത്. എന്നാലും ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക. തോത് എപ്പോഴും നമ്മൾ വിഷയം. നമ്മൾക്ക് ഈ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങൾ 30% ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15% കിട്ടത്തുള്ളൂ. മത്തായി 13:8 എടുത്ത്. മത്തായി 13:8. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത്, ഇതാണ് നിലപാട് തറയെന്ന് പറയണത്. അതായത് ബൈബിൾ എല്ലാം പറയണ ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സംഭവം എല്ലാം ഒരു വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം. ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുകമണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്? ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:31-32. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റിലാണ്. നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ അറിവിലില്ല. അത്രയും ഫാസ്റ്റാണിത്. തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വചനത്തിൽ വളർത്തുന്നു. വേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്തെഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല. കേട്ടവൻ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട്. നവീനക്ക് പക്ഷേ അതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രെയറാണ്. ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല. സതീഷിൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റേ മറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനുമില്ല, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. ഒരു കേവല മനുഷ്യനാണ്. ഈ കേവല മനുഷ്യൻ അയാളുടെ സാക്ഷ്യം, അയാളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം, അയാളുടെ ഒരു സങ്കടം അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച.
കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പുണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കണ ആൾക്കാരാണ് സോറിയാസിസ്. വന്ന് നോക്കണം. അപ്പോൾ അത് ചെറിയ ചൊറിച്ചിൽ പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ശരീരം മുഴുവനായി വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെറുത്ത് പോകും. ഞാൻ എപ്പോഴും ഓർക്കും ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണെന്ന് ഓർക്കും. ചില സമയത്ത് ആളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ, ശരീരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സതീഷ് ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നത്, കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയച്ച് അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു സാക്ഷ്യത്തിൽ ലിങ്കായിരിക്കും അത്. പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മാറ്റത്തിന്റെ വലിയ ചാലകങ്ങളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ തേജസ്സിൽ നിൻമുഖത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സോറിയാസിസായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത്. സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട്, ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് ഇയാൾ മയങ്ങിപ്പോവും. അപ്പോൾ ശിരസ്സിൽ കവചമിട്ട തലയെ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ശിരസ്സിങ്ങനെ തലോടിക്കൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സോറിയാസിസിൻ്റെ വേദനയും കരിയുമൊക്കെ കുറഞ്ഞ് വരും. അപ്പോഴദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യും. സോറിയാസിസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് വരും. അയാൾ പറഞ്ഞ് 75% കുറഞ്ഞെന്നാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന്. സന്നിധിയിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ തേജസ്സിൽ നിൻമുഖത്തിൽ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം, എൻ്റെ അമ്മ എനിക്ക് 75% ഇപ്പോൾ കുറവുണ്ട്. എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയും കുറഞ്ഞ്. എനിക്ക് ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം. ഞാനത് വിശ്വസിക്കുന്നു, അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എഴുതി.
എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത്, ഇയാൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു, ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. കാര്യം അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി എൻ്റെ ഇൻക്ലൂഡി മൈസെൽഫ് ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങൾ സ്വപ്നമെന്ന് പറയുമ്പോൾ ദൈവം അനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം ജഡികമാകണത് നിങ്ങൾ ജഡികമായത് കൊണ്ടാണ്. സ്വപ്നം ജഡികമാണ്, എല്ലാവർക്കും 90% സ്വപ്നം ജഡികമാണ്. അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണും. യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ, ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ. നിന്റെ അടയാളങ്ങളെ, കാൽപ്പാടുകള്, കയ്യൊപ്പുകള് എനിക്ക് സ്പർശന വിധേയമാകാൻ എന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറക്കണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ദേവതാവേ നന്ദി, ദേവതാവേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. സ്നേഹത്തോടെ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ ദൈവം ഇറങ്ങട്ടെ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന.
ദൈവാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നും ആത്മാവേ, പരിശുദ്ധാത്മാവേ, നീ നിലനിൽക്കേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. എൻ്റെ പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് നമ്മൾ ആക്ടിവേഷൻ ഓഫ് കവനൻ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ധനം കത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയർ ആകത്തില്ലേ? ഇപ്പോൾ ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ കത്തി പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും. അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ്. പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ്. എന്തൊക്കെയാണത്? പ്രാരംഭധ്യാനം, വളർച്ചാധ്യാനം, ആന്തരിക ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം. ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിൽ അപ്പോൾ നമ്മളൊരു 2.5 കൊല്ലം പിന്നിട്ടിരിക്കും. ധ്യാന പരിചരണത്തിൽ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത്, സ്വപ്നങ്ങൾ ഉണ്ടാകണത്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ സതീശ് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്നു കൈയടിച്ച് ശ്രുതികളല്ലേ. അതായത് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം. നിലപാട് തറയുന്ന ഞാൻ പറഞ്ഞില്ലേ, നിലം നല്ല നിലമായിരിക്കുന്നു, ദൈവത്തിന് കമ്മ്യൂണിക്കബിളായി. നീ കവനൻറ്റിൻ്റെ കമ്മ്യൂണിക്കബിൾ ആകുന്ന ഒരു തലമാണത്. എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട്. ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട്. അപ്പോൾ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അത് ദർശനങ്ങളും സ്വപ്നങ്ങളും കവനൻ്റിൽ പ്രസൻസിൻ്റെ ഭാഗമാണ്. കാര്യം പ്രസൻസ് ആണല്ലോ കവനൻറ്റിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കവനൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ്. എന്താണ് കവനൻറ്റിൻ്റെ അകത്ത്? ഇപ്പോൾ പുറപ്പാട് 33:14, അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറയണത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻറ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ
ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റ് റൈപ്പാകുന്ന അപ്പോഴാണ്. അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. അതായത് കവനൻ്റ് പാകമായി ഇപ്പം ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ, ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും, പിഞ്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പിഞ്ച്, പിന്നെ ഉണ്ണി മാങ്ങ, പിന്നെയാണത് പഴം മാങ്ങയായിട്ടൊക്കെ വരണത് പഴുത്ത് വരുമ്പോൾ അല്ലേ. പിന്നെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. കവനൻ്റ് അതായത് ഒരു റൈപ്പാകുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ, അപ്പോൾ നിങ്ങളിവിടെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോണത്. പത്രവും കഷത്തിൽ വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർ കക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ. ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് വർക്ക് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ നടക്കണത്. ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ്, ബ്ലൂ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇവർക്കൊന്നും മെയ് അനങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്ത് പറയും, ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം, അല്ലാതെ പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് AC റൂമിൽ പോയിട്ട് ആൻറ്റിനെ കണ്ടുവെച്ചാൽ പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്തൊരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്, 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ പിന്നെ കൈ കൊടയരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. ക്ലൈമറ്റ് എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ കറി ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടി. ഇപ്പോൾ എന്താ കാര്യം, കാലാവസ്ഥ അതാ. കുറേ ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായലിലെ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ തന്നെ ഉടമ്പടിക്കും ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ, ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എപ്പോഴും ചെയ്യണത്, ഈ പരിശുദ്ധാത്മാവായാലും ഈശോയായാലും ദൈവപിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ്. നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത്. ഇവർ ഒരേ സമയം സത്തയിൽ പക്ഷേ ഏകമാണ്, ഒന്നാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും. എന്താണ് ഐസ് കട്ടയിൽ വാതകമുണ്ട്, അതിങ്ങനെ വാതകം പോലെ പോണ കാണാം. അത് വെച്ചിട്ടുപോയാണ്, കരമായിട്ടിരിക്കും, അത് വെച്ചിട്ടുപോയാണ്, തലയ്ക്ക് വെള്ളം പോലെ വീഴും, അത് വെച്ചിട്ടുപോയാണ്. രണ്ട് ബോക്സും തന്നെ മാത്രമാണ്. ഇത് സത്തയിൽ ഒന്നാണ്, പക്ഷേ
3 വ്യക്തികളാണ്. പക്ഷേ വ്യക്തികൾ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലെപ്പോഴും ഉണ്ടാകും. ആക്ടിവേഷൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത് ഇല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യസ് 4:27 ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനിപ്പിക്കരുതെന്നാണ് രക്ഷയുടെ ദിനമെന്ന് പറയണത്. നിങ്ങൾ ക്രിസ്തുവിൽ ഈ രക്ഷയുടെ ദിനമെന്ന് പറയുന്നതാണ്. ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരണത്. രക്ഷയുടെ ദിനങ്ങൾ, ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിനം നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല, അതൊരു ദിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ്. അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട്. നമ്മളതിനെ ക്രോണോസ്, കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും. പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം, അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ്, ഭൗതിക ദിനമായിട്ടല്ല. എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ്. രക്ഷയുടെ ദിനങ്ങളാണ്. എല്ലാ ദിവസവും ക്രിസ്തുവിനെ നമ്മൾക്കറിയാമല്ലോ, എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം. അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാധ്യസ്ഥയും മാതൃകാശക്തിയുമായിട്ടൊക്കെയാണ് അറിയാം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം. അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടനെ അടുത്ത IELTS പാസ്സാകുമെന്ന് ഓർത്തും കാനഡയിൽ PR കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത്. ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല. പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ്. അതായത് നമ്മൾ അതിലെടുക്കണമെങ്കിലേ 5:41 എടുത്ത് നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41 അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഇത് ഒരു പ്രധാന കവനന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. ഫേസ് വേർഡ് എന്ന് പറയുന്നതിനാ ഒരു മുഖവചനമാണ്. എന്താ കാര്യം? ഒന്നിന് വായിച്ചത് അവരെന്താ അപ്പോസ്തലന്മാരെ ഉദ്ദേശിക്കണം. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഈ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് അപമാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത്. സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത്. വെളിച്ചം പാത്രം നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണവരില്ലേ? ഡാഡിയോടൊപ്പം ചെയ്യല്ലേ? ഡാഡിയോടൊപ്പം പള്ളി അപ്പനോട് ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടൊപ്പം ഞാൻ പള്ളിപ്പോൾ എന്നാൽ ഈ പത്രം ഒന്ന് കൊടുക്കുക. അതാണ് പ്രശ്നം. അവർക്ക് എന്നാ പ്രശ്നം? അവൻ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണെ നിനക്ക് തലക്ക് വല്ല കാച്ചിൽ വേണം, വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ചുമ്മാ, ഇതൊക്കെ അഭ്യാസമാണ്.
എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും. അവർ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കണതിന് പകരം ദൈവത്തിന് തന്തയ്ക്ക് വിളിക്കും. കാരണം പിശാചിന് അങ്ങനെ തോന്നുമല്ല അവർ വിളിക്കാൻ, ഒരു ധൈര്യമല്ല പിശാചിന്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തയ്ക്ക് വിളിച്ച് വല്ലവരും കേട്ടാ. നമ്മുടെ പ്രശ്നം വേറെ അവരുടെയും കേട്ടാ, നമ്മൾ കേട്ടല്ല പ്രശ്നമേ. നമ്മളെ ചീത്ത വിളിക്കണ വേറെ അവരും കേട്ടാന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല, നമുക്ക് നിരാശ, പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ല. ഇതിൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ട ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കും. എൻ്റെ മക്കളെ, ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട്. പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ്, പേഴ്സണല്ലേ. ദൈവം നമ്മൾ വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണ കവനൻ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ഹെഡിൽ പ്രെയറാണ്. കേട്ട് പോയാൽ പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവം ഇത് കേൾക്കണം നിർബന്ധവും ഇല്ല. ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ്. ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഇത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. തിമോത്തിയല്ലേ ആരാധന യേശുവേ ആരാധന. 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ്. ഫ്രോഡെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ, ഇപ്പോൾ ചില ഭർത്താക്കന്മാരില്ലേ, അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും. ഉടനെ ഭാര്യയുടെ കൈ എടുത്തിട്ട് പറയും, കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. എടീ നിൻ്റെ തലേ ആണ്, നീയാണ് സത്യം, ഞാൻ ഇനി കുടിക്കത്തില്ല. എടോ മനുഷ്യ, ഈ ഇത്രയും കുറേ നാൾ തലയെ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും. ഇപ്പോൾ തല പൊട്ടിപ്പോകാൻ പോകണമെന്ന് പറയും. എന്താണെന്ന്? അയാളത് ഫ്രോഡാണ്. അയാൾ ഈ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും? അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. ഭാര്യയ്ക്ക് ആ കവനൻ്റിൽ വിശ്വാസം ഇല്ല. എന്താ ഇങ്ങനെ കവനൻ്റ് പലത് കഴിഞ്ഞ് കൈയെടുത്ത് കുടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യ വിഷം എടുക്കുക, പുള്ളി കൈയെടുത്ത് തലയെ വെക്കുക. ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം. ഫ്രോഡാണ്. തന്നെ അയാൾ നിഷേധിക്കും. പക്ഷേ ദൈവം അതാണ് പ്രശ്നം. ദൈവം നമ്മൾക്ക് എന്തെങ്കിലും വായിന്ന് വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും. നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്തം കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പണത്. ദൈവം അങ്ങനെ അല്ല. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം. അത് സ്വാഭാവിക ഉടമ്പടി ചെയ്തില്ലെങ്കിൽ കിട്ടുമായിരുന്നു, പണിയായില്ലേ? അതായത് നിങ്ങൾ ഒതക്കുന്ന ഓരോ ഒതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്? നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാർ 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ, നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലവും 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതുകൊണ്ട് ഈ പാപ്പടം വീണ് പോകും.
പാവപ്പെട്ട വീണ് പോകുന്ന പാവപ്പെട്ടവരെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരവസരം തരികയാണ്. വീഴാനും ഒരു അവസരമാണത്. ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും. എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ, എൻ്റെ കടങ്ങളെ, എൻ്റെ രോഗമേ, ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ, ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിനക്ക് സങ്കടം വരും. സങ്കടം വരെ കുഴപ്പമില്ല, അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം. നിനക്ക് ദൈവസ്നേഹമല്ല, അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ല, ഇതിൻ്റെ കടവടക്കാം. നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത്. നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല. ഈ ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും, ഭൗതിക ദുഃഖം ഉണ്ടാവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 7:10. 2 കൊരിന്തോസ് 7:10. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം പറഞ്ഞേ. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുഃഖമാണ്. പക്ഷേ രക്ഷാകരമാകണം. രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ആരാണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. രക്ഷാകരം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ലാതെ കേവല പശ്ചാത്താപമല്ല. നമ്മളെ കുമ്പസാരക്കൂടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല. നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരായി ജീവിച്ചിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കഥയുമില്ല. നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണുപോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ്. നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ പേരിലാണ്. ഈ ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? നമുക്ക് ദുഃഖം ഉണ്ടായി, ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി. സന്തോഷം എന്താ പറയുന്നത്? 5:41 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പറഞ്ഞ് ക്ലേശങ്ങൾ അനുഭവിച്ചതിൽ സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി. അവർ സന്തോഷമാണ്. നടപടി പുസ്തകത്തിൻ്റെ 5:41 2 കൊരിന്തോസ് 7:10 ദുഃഖവും നടപടി പുസ്തകത്തിൽ 5:41 സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഈ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കവനൻറ്റിലാണ്. അതാണ് നിലപാട് തറയെന്ന് പറയണത്, അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയണത്. ഉടമ്പടി റൈപ്പായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, എനിക്ക് നാണമുണ്ട് ഈ പത്രവും കാവിക്കൊണ്ട് നടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് ശരി, ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ്. നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളത് കൊണ്ട് വിതരണം ചെയ്യണത്. ഞാനിതൊക്കെ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഇത് പറയണതല്ല, നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ. അതാണ് സന്തോഷം. ദൈവത്തെ പ്രതി അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ വല്ലവരും ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണല്ല എന്ന് പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പോകും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:36 സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പം അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേനും പാലും പഞ്ചാരം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ?
നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാവോ, ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അബോഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വഴക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. അത് ആത്മാവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അബോർഷനായാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്നത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. ടേക്ക് ദ ബെഡ് ഫോർ ചോദിക്കട്ടെ, ഹല്ലേലൂയ, ഇവരെക്കാൾ അധികമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായത് യേശുവിൻ്റെ അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. സഭയുടെ തല, ഭൗതിക തലവൻ പത്രോസാണ്. അപ്പോഴേ ഈ തലയോടാണ് ചോദിച്ചിരിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെച്ചാൽ സഭയോട്, സഭയുടെ അംഗങ്ങളോട്, യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് എന്തുമാത്രമുണ്ട്, അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത്. എന്താണ്? ഇവരെക്കാൾ അധികമായി. കവനൻ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഈ കവനൻ്റ് റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ, ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ചില പ്രണയഭ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പിടിക്കാനുള്ള മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഒഴിഞ്ഞിട്ട് വരാം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന നടപടിക്രമം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം. സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹരാജാവേ,
എന്നുള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ സതീശൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീശൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയാമോ? ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അല്ലാതെ ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അടയാളം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ? അങ്ങനെയുള്ള ഒരു മണ്ടത്തരം നീളെ കാണിച്ചില്ലേ? ഇയാൾ കറക്റ്റാണ്. ആളെ കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത്. അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാ കാത്തിരിക്കണത് 90 ദിവസം? ദൈവം എന്തിനാ കാത്തിരിക്കണത് 90 ദിവസം? നീ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അതാണ് സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകത. സമയം നീട്ടിക്കൊണ്ട് പോകണം നിങ്ങളാണേ, ദൈവമല്ല. ദൈവത്തിന് സമയമില്ലല്ലോ. പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒട്ടാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയ? ഇങ്ങനെ ഫോണെടുത്ത് വെച്ചൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാചാണ്, ഇതിനെ കാലെപ്പെടുത്തി നിലത്തിട്ട് അടിക്കണമെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ്. അയാൾ മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയ? നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്ന വല്ലതും ഇങ്ങനെ ചോദിക്കുക. എന്താ വെച്ചാൽ ഇവള് ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത്. കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും. പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ്. അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെ പ്രതിയല്ല, ക്രിസ്തുവിൻ എന്ന വ്യക്തിയെ പ്രതി അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിട്ട് അങ്ങയുടെ നേടുമ്പോൾ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ